ഹായ്, ഇതെന്താണെന്ന് മനസ്സിലായോ? വെറും ഒരു കാന്തം അല്ലേ, അല്ലെങ്കിൽ ഒരു മാഗ്നറ്റ് എന്ന് പറയാം. ഈ ഒരു മാഗ്നറ്റ് എൻ്റെ കയ്യിൽ കിട്ടാനായിട്ട് ഒരു വലിയൊരു സ്റ്റോറി ഉണ്ട്. അതായത് ഞാൻ എപ്പോഴും സ്ഥിരമായിട്ട് പറയുമായിരുന്നു, ഐ ആം എ മാഗ്നറ്റ്, ഐ ആം എ മാഗ്നറ്റ്, ഐ ആം എ മാഗ്നറ്റ് എന്നിങ്ങനെ സ്ഥിരം പറഞ്ഞുകൊണ്ടേയിരിക്കുമായിരുന്നു. ഒരു ദിവസം ഒരു ഷോപ്പിൽ പോയി ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ചു, ബില്ലൊക്കെ ചെയ്തതിന് ശേഷം പെട്ടെന്ന് വേറൊരു പ്രൊഡക്റ്റ് വാങ്ങിക്കാനായിട്ട് ഒന്ന് നോക്കിയ സമയത്താണ് എന്ത് ചെയ്തത്, ഈ ഒരു മാഗ്നറ്റ് എൻ്റെ കണ്ണിൽ ഉളുക്കിയത്. അപ്പോൾ ഞാൻ വിചാരിച്ചു, എന്തുകൊണ്ടായിരിക്കും ഈ മാഗ്നറ്റ് എനിക്ക് പെട്ടെന്ന് കാണാൻ പറ്റിയത്? കാരണം ഞാൻ പറയുന്ന വാക്ക് അങ്ങനെയാണ്, ഐ ആം എ മാഗ്നറ്റ്, ഐ ആം എ മാഗ്നറ്റ് എന്ന് പറഞ്ഞതുകൊണ്ടാണ് എൻ്റെ കണ്ണിൽ പെട്ടെന്ന് ഈ ഒരു മാഗ്നറ്റ് കാണാനുള്ള ഒരു സംഭവം ഉണ്ടായത്. നമ്മൾ എന്താണോ ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത്, അത് നമ്മുടെ മുമ്പിലോട്ട് എത്തും. ഇതിനെയാണ് നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ ആയിട്ട് പറയുന്നത്. ഇങ്ങനെ ലോ ഓഫ് അട്രാക്ഷൻ വഴിയിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, നമ്മൾ നല്ലതും ചീത്തയുമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിനകത്തിരുന്ന്, അല്ലെങ്കിൽ നമ്മൾ ചെറുതേ എന്ന് ചിന്തിക്കുന്ന കാര്യങ്ങൾ നമ്മൾ പോലും അറിയാതെ അത് അട്രാക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന് ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ് നമ്മുടെ കയ്യിൽ പണമില്ല, നമ്മുടെ കയ്യിൽ പണമില്ല, നമ്മുടെ കയ്യിൽ പണമില്ല എന്ന് നിങ്ങൾ സ്ഥിരമായിട്ടത് പറയുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പണമില്ലാത്തൊരവസ്ഥയിലോട്ട് പോകും. അതേസമയം ഞാൻ സമ്പന്നനാണ്, ഞാൻ സമ്പന്നനാണ്, ഞാൻ സമ്പന്നനാണ്, എനിക്കൊരുപാട് ധനമുണ്ട്, എനിക്കൊരുപാട് ധനമുണ്ട് എന്ന് നിങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധനം നിങ്ങൾ പോലും അറിയാതെ വന്ന് ചേർന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ചിന്തിക്കുന്ന ചിന്തകളിൽ, ഇപ്പോൾ ചിന്തിക്കുന്ന ചിന്തകൾ നെഗറ്റീവ് തോട്ടാണെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ആ തോട്ടുകളെ മാറ്റുക, എന്നിട്ട് പോസിറ്റീവ് തോട്ടുകളാക്കി മാറ്റുക. നമുക്ക് വേണ്ട കാര്യങ്ങളും വേണ്ടാത്ത കാര്യങ്ങളും നമ്മുടെ ചുറ്റുപാടിൽ നിന്നും നമ്മൾ അട്രാക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ തന്നെയാണ് ഒരു മാഗ്നറ്റായിട്ട് പറയുന്നത്. ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്